ഇരിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. थोड़े समय के वचन मनन के लिए हम सब जानने वाले एक सुपरिचित प्रभु के वचनों को मैं आपके बीच में बताना चाहता हूँ। इफिसियों की पत्री 1 अध्याय उसके 16 से लेकर कुछ वचनों को हम पढ़ेंगे। तुम्हारे लिए धन्यवाद करना नहीं छोड़ता और अपनी प्रार्थनाओं में तुम्हें स्मरण किया करता हूँ कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपनी पहचान में ज्ञान और प्रकाश की आत्मा दे और तुम्हारे मन की आंखें ज्योतिर्मय हो कि तुम जान लो कि उसकी बुलाहट की आशा क्या है और पवित्र लोगों में उसकी मिरास की महिमा का धन कैसा है। നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു പ്രാർത്ഥനയാണ് നമ്മളോട് പറയുന്നത്. यहाँ पर प्रेरित पौलुस जो है फिसियों की कलीसिया के लिए एक प्रार्थना को करते हुए हम यहाँ पर पढ़ पाते हैं। ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലനായ പൗലോസ്, ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവും മായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനവും ജ്ഞാനവും വെളിപ്പെടുന്നു. और यहाँ पर प्रेरित पौलुस उनके लिए इस प्रकार से प्रार्थना करता है कि मैं तुम्हारे लिए धन्यवाद करना नहीं छोड़ता, प्रार्थना में तुम्हें स्मरण किया करता हूँ कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपनी पहचान में ज्ञान और प्रकाश की आत्मा दे। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം എന്നാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്. और यहाँ पर इस प्रकार से पौलुस उल्लेख करता है कि हमारे प्रभु यीशु मसीह का परमेश्वर, വീണ്ടും പറയാം, മഹത്വമുള്ള പിതാവ്. और उसके बाद कहता है जो महिमा का पिता है, ऐसे लिखे हुए हैं। എന്തുകൊണ്ടാ പൗലോസ് അങ്ങനെ ഒരു ആമുഖം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്തത്? और क्या कारण है कि पौलुस इस प्रकार का एक परिचय वो परमेश्वर के बारे में इस प्रार्थना में वो दे रहा है। നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചു? ഞാൻ കർത്താവിന്റെ കൃപയാൽ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ്, കർത്താവ് അങ്ങനെ ഒരു ഫോക്കസിലേക്ക് കർത്താവ് വഴി നടത്തിയത് കൊണ്ടാണ് എനിക്ക് അതിനുള്ള ഉത്തരം കർത്താവ് തന്നത്. और क्या आप में से कोई ये बात को सोच पाया है, मैंने प्रभु में आश्रित होकर ऐसे सोचा, इसलिए प्रभु ऐसी एक दिशा में प्रभु के वचन में से आमीन कुछ बातों को प्रभु ने मुझे बताया है। നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഇതുപോലുള്ള വചനവുമായിട്ട് ബന്ധപ്പെട്ട മർമ്മങ്ങളെ പരിശുദ്ധാത്മാവിലാണ് പൗലോസും അല്ലെങ്കിൽ ദേവദാസന്മാർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള മർമ്മങ്ങൾ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിക്കണം. और हम भी प्रभु की आत्मा में आश्रित होकर जिस पवित्र आत्मा के द्वारा ये वचनों को लिखा हुआ है और इसके अंदर की गुप्त बातें, रहस्यमय बातों को बताया गया है, वही पवित्र आत्मा से हमें इन वचनों में से उन रहस्यों के बारे में पता कराना है। അവിടെ സിമ്പിളായിട്ട് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ, നമ്മുടെ ദൈവം എന്ന് ഒറ്റ വാക്കായിട്ട് പറയാം, നമ്മുടെ ദൈവം എന്ന് ഒറ്റ വാക്കായിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ പിതാവാണെന്ന് ഒറ്റ വാക്കായിട്ട് പറയാം. यहाँ पर हो सकता है, चाहिए तो यहाँ पर इस प्रकार से भी कह सकता था कि यीशु मसीह का परमेश्वर के जगह पर हमारा पिता या हमारा परमेश्वर ऐसे एक ही शब्द में बातों को कह सकता था। അല്ലല്ലേ? അവിടെ അല്ലെങ്കിൽ മഹത്വമേറിയ പിതാവാം ദൈവമെന്ന് ഒറ്റ വാക്കിൽ പറയാറുണ്ട്.
या फिर एक और ऐसी भाषा को उपयोग कर सकते हैं कि महिमामय पिता हमारा परमेश्वर, ऐसे हमें यहाँ पर बताया जा सकता था। അവിടെ പൗലോസ് എന്തുകൊണ്ട് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവും. और यहाँ पर पौलुस से क्यों परमेश्वर की पवित्र आत्मा ये स्पष्ट कराना चाहता है कि हमारा आमीन यीशु मसीह का परमेश्वर और जो महिमा का पिता है। അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാക്യത്തിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-18 और ये बात को यदि हमें समझना है तो हम एक और आयत की ओर जाएंगे। यूहन्ना का सुसमाचार पहला अध्याय उसके 18वें वचन को हम पढ़ेंगे। John chapter 1 verse 18. यूहन्ना 1 का 18 वचन, परमेश्वर को किसी ने कभी नहीं देखा, एकलौता पुत्र जो पिता की गोद में है उसी ने उसे प्रकट किया। Thank you, Lord. Thank you, Jesus. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. Amen. Hallelujah. Thank you, Jesus. ഇപ്പോൾ മനസ്സിലായോ? പിതാവാം ദൈവത്തെ ആരും, വചനം പറയുന്നു, ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ അടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. और यहाँ पर कैसे बताया जाता है कि ये वचन कह रहा है कि वो परमेश्वर को किसी ने देखा नहीं है, परंतु उसके एकलौते पुत्र के द्वारा उस महान परमेश्वर के बारे में हमें बताया जाता है। ഹല്ലേലൂയ. നമുക്ക് ചോദിക്കാം, അന്നേരം പഴയ നിയമത്തിൽ അന്നേരം അല്ലെങ്കിൽ അതുവരെയുള്ള പല പുസ്തകങ്ങളിൽ നമ്മൾ യേശുവിനെ കാണത്തില്ലേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ കാണത്തില്ലേ എന്ന് ചോദിക്കാം. चाहिए तो हम ऐसे सवाल कर सकते हैं, क्या उस पुराने नियम में या पुराने नियम के पुस्तकों में क्या यीशु मसीह या परमेश्वर के बारे में या वो पिता के बारे में कुछ बात का उल्लेख नहीं है? क्या उसके बारे में हम देख नहीं पाते हैं? എന്നാൽ അവർ പലപ്പോഴും അതിനു മുമ്പുള്ള പ്രവാചകന്മാർ എഴുതിയ പുസ്തകമുണ്ട്, രാജാക്കന്മാർ, ഇടയന്മാർ, പുരോഹിതന്മാർ എഴുതിയ പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പഴയ നിയമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. लेकिन पुराने नियम में से हम कई बार आमीन जो राजाओं के द्वारा लिखा हुआ पुस्तकों को या फिर भविष्यवक्ताओं के द्वारा लिखे हुए पुस्तकों को या आमीन पिताओं के द्वारा लिखे हुए पुस्तकों को हम देख पाते हैं। എന്നാൽ അവരുടെ ജീവിതത്തിൽ പിതാവാം ദൈവത്തെ എങ്ങനെ അനുഭവിച്ചോ, എങ്ങനെ രുചിച്ചറിഞ്ഞോ, അതിൻ പ്രകാരമാണ് അവർ എഴുതിയത്. और ऐसा അവർക്ക് तो ऐसा था कि उनके जीवन में उन्होंने वो पिता परमेश्वर को किस प्रकार से अपने जीवन में अनुभव किया था, चक्कर देखा था, उस अनुसार उन्होंने वो पिता के बारे में उस पुस्तकों में वर्णनों को किया गया है। അവരുടെ അനുഭവം എന്താണോ, അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്ത്, അതിൽ നിന്നാണ്, അവർ പ്രാപിച്ചതിൽ നിന്നാണ് അവർ എഴുതിയിരിക്കുന്നത്, അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. उन्होंने अपने जीवन में क्या अनुभव किया है, उन्होंने अपने जीवन में क्या परमेश्वर के बारे में समझ रखा है, जो उन्होंने प्रभु से प्राप्त किया है, उन बातों के बारे में उन्होंने उन पुस्तकों में लिखे हुए हैं। അതിന് ഓരോരുത്തരും അനുഭവിച്ചതും ഓരോരുത്തരും കണ്ടതും പ്രാപിച്ചതുമായ ഡിഫറന്റ് തലത്തിലാണ്. वहां पर हम ऐसे देख सकते हैं कि उनमें से एक एक लोगों ने जो प्राप्त किया था, अनुभव किया था, वो अलग अलग स्तर का है। അബ്രഹാമിന് ലഭിച്ച കൂട്ടായ്മ ഒന്ന്, മോശയ്ക്ക് ലഭിച്ച കൂട്ടായ്മ മറ്റൊന്നാണ്, ദാവീദിന് ലഭിച്ച കൂട്ടായ്മ മറ്റൊന്നാണ്, പ്രവാചകന്മാർ പലർക്കും ലഭിച്ചത്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്,
മറ്റ് ഓരോ പ്രവാചകന്മാർക്ക് ലഭിച്ചത് ഓരോ രീതിയിലുള്ള അനുഭവത്തിൽ നിന്നാണ് അവർ കർത്താവാം ദൈവത്തെ, പിതാവാം ദൈവത്തെ വിവരിച്ചിരിക്കുന്നത്. अब्राहम के जीवन में वो परमेश्वर के बारे में जो अनुभव था वो एक प्रकार का था, तो हम देख पाएंगे कि उसके बाद जो है आमीन दाऊद के जीवन में, मूसा के जीवन में, या फिर आमीन इसहाक याकूब के जीवन में जो पिताओं ने वो परमेश्वर के बारे में अनुभव किया, या फिर जो है भविष्यवक्ताओं ने जो परमेश्वर के बारे में जान लिया है और उन्होंने वर्णन किया है, वे सब अपने अनुभव के आधारित उन्होंने उनके बारे में बताया है। ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ടാണ് പൗലോസിന് കൊടുത്ത വെളിപാടിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവ്. यहाँ पर पौलुस को मिला हुआ दर्शन या प्रकाशन के अनुसार पौलुस इस प्रकार से ये प्रभु के बारे में, परमेश्वर के बारे में बताता है कि हमारा प्रभु यीशु मसीह का परमेश्वर और वो महिमा का पिता है। वो തന്റെ ഏകജനാഥനായ പുത്രനിൽ കൂടെ പിതാവാം ദൈവത്തെ, തന്റെ മടിയിലിരുന്ന, പിതാവിന്റെ മടിയിലിരുന്ന പിതാവ് എന്താണെന്ന് പൂർണ്ണമായി ഗ്രഹിച്ച, അനുഭവിച്ച ആ വ്യക്തിക്ക് മാത്രമേ ആ പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ സാധിക്കൂ. और यहाँ इस प्रकार से यूहन्ना के पुस्तक में हमने देखा कि एकलौते पुत्र जो पिता के गोद में है उसी ने उसे प्रकट किया। उसका अर्थ यह है कि जिसने उस पिता को अनुभव किया, जिसने उस पिता को व्यक्तिगत रीति से जान लिया था, उसी से ही हम वो पिता के बारे में जान पाते हैं। ഹല്ലേലൂയ. നമ്മുടെ പഴയ കാലത്തൊരു ആനയെ പറ്റി ഒരു കഥയുണ്ട്. और पुराने समयों में हाथी के बारे में एक कहानी इस प्रकार से बताया जाता है। 5 കുരുടർ ആനയെ അവരുടെ അനുഭവത്തിൽ പറയുന്ന ഒരു കഥ. और 5 जो अंधे व्यक्ति थे वे हाथी के बारे में अपने अनुभव से या उन्होंने जैसा समझा है उसका अनुसार वो उसके बारे में विवरण करते हैं। 5 പേരും ഓരോരുത്തര് അവർ തൊട്ട അനുസരിച്ച്, അവർ അനുഭവിച്ചതനുസരിച്ചാണ് അതിനെ വിവരിക്കുന്നത്. और ये पांचों जो अंधे व्यक्ति हैं वे उस विशाल जानवर को कैसे उन्होंने स्पर्श किया और कैसे उनको जान लिया, वैसे वो उस हाथी के बारे में विवरण देते हैं। ഒരാൾ ആനയുടെ തുമ്പിക്കൈയിലാണ് പിടിച്ചത്. एक व्यक्ति ने जो था वो हाथी के वो सूंड में पकड़े हुए थे या उसको स्पर्श किए थे। അദ്ദേഹത്തിന് മനസ്സിലായത് അത് ഉരുണ്ടിരിക്കുന്ന പോലെ ചുരുണ്ട് പോകുന്ന, അട്ടയുടെ തൊട്ട് ചുരുണ്ടു പോകുന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. और वो व्यक्ति जिसने उस हाथी का सूंड को पकड़ा था या उसको स्पर्श किया था, उसको ऐसे अनुभव हुआ कि हाथी एक गोल आकार में रहने वाला और जैसे कीड़े के जैसे मुड़ जाने वाला कुछ है, ऐसे उन्होंने हाथी के बारे में विवरण दिया। ഒരാള് ആനയുടെ കാലിലാണ് തൊട്ടത്. एक व्यक्ति जो था उस हाथी के पैरों में स्पर्श किए थे। അദ്ദേഹം പറഞ്ഞു ആന എന്ന് പറയുന്നത് ഒരു തൂണ് പോലെ. और उस व्यक्ति इस प्रकार से कहने लगा कि हाथी एक खंबे के जैसे दिखाई देता है। ഒരാള് ആനയുടെ ചെവിയിലാണ് തൊട്ടത്. एक व्यक्ति जो था उस हाथी के कान को स्पर्श किए। അദ്ദേഹം പറഞ്ഞു അത് മുറം പോലെ. और उसने ऐसे कहा कि वो जो चावल या दान को साफ करने वाला जो चीज है होता है उसी के समान वो दिखाई देता है। ഒരാൾ തൊട്ടത് അതിന്റെ വയറിലാണ്. एक व्यक्ति ने जो है उस हाथी के पेट को स्पर्श किया था। അദ്ദേഹം പറഞ്ഞു അത് പാറയാണ്, പാറ പോലെ. और उसने इस प्रकार से कहा कि हाथी जो है एक बड़े चट्टान के जैसे दिखाई देता है। മറ്റൊരാൾ അത് വാലില്ല തൊട്ടേ. और एक अगला व्यक्ति जो था वो हाथी के जो पूंछ में स्पर्श किए।
അദ്ദേഹം പറഞ്ഞു അതൊരു ചൂല് പോലാണ്. और उस व्यक्ति ने इस प्रकार से कहा कि हाथी जो है एक झाड़ू के समान दिखाई देता है, പക്ഷെ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ആന. और परंतु ये सारे लोगों का अनुभव जब एक साथ मिलकर आते हैं तो अब हम कह सकते हैं कि ये एक हाथी जरूर है। ഇവർക്ക് പലരും തന്റെ അനുഭവത്തിൽ നിന്നാണ് അതിനെ വിവരിക്കാൻ പറ്റിയത്. इन सब लोगों को उनके अनुभव से वे उस हाथी का विवरण दे पाए थे। എന്നാൽ അത് വചനം പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിലൂടെ മാത്രമേ പിതാവിനെ യഥാർത്ഥമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. परंतु वचन हमें बात को स्पष्ट बताता है कि उसके एकलौते पुत्र के द्वारा ही हम उस पिता को अपने जीवन में अनुभव कर पाएंगे। അതുകൊണ്ട് നാം ഇവിടെ മുമ്പോട്ട് വായിക്കുന്ന ഓരോ ഭാഗവും ക്രിസ്തു യേശുവിൽ പിതാവിനെ മനസ്സിലാക്കണം. और इसलिए हम यहाँ से पढ़े जाने वाले एक एक वचन जो आगे की ओर है वो मसीह यीशु के द्वारा वो पिता का बारे में हमें ग्रहण करना है, हमें समझना है। പിതാവാം ദൈവത്തിന്റെ യഥാർത്ഥമായ ക്യാരക്ടർ, യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. वो पिता परमेश्वर का वो व्यक्तित्व क्या है, उसका चरित्र क्या है, यदि हमें ये बातों को समझना है तो यीशु मसीह के अलावा हम उसको सही रीति से पहचान नहीं कर पाएंगे। അതേപോലെ തന്നെ മറ്റൊരാളുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് പിതാവാം ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. साथ साथ दूसरे एक व्यक्ति के गवाही के द्वारा भी हम वो पिता परमेश्वर को जो है सही रीति से समझ नहीं पाएंगे। ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഇടപെടുന്ന അല്ലെങ്കിൽ പിതാവിന്റെ കരം പ്രവർത്തിക്കുന്ന ഡിഫറെന്റ് തലത്തിലായിരിക്കും. एक एक व्यक्ति के जीवन में वो पिता किस प्रकार से कार्य करता है वो अलग अलग स्तर का और रीति से होता है। അത് തന്നെ യേശുവിന്റെ പ്രവൃത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. और यही हम यीशु मसीह के कार्यों को जीवन में देखेंगे तो हम भी समझ पाएंगे। ഓരോ സൗഖ്യങ്ങളും ഓരോ രീതിയിലായിരുന്നു. यीशु मसीह ने किया हुआ एक एक जो चंगाई का कार्य था वो एक एक प्रकार का था। ഹല്ലേലൂയ. ഓരോരുത്തരെ ഉയർപ്പിച്ചതുപോലും മരിച്ചവരെ ഉയർപ്പിച്ചതുപോലും ഡിഫറെന്റ് രീതിയിലാണ്. एक एक व्यक्तियों को जो मरे हुए थे जिनको उसने जी उठाया था वो भी अलग अलग प्रकार से यीशु ने किया। ലാസറിനെ തന്റെ വചനമയച്ച ഉയർപ്പിച്ചു. लाजर को जो है उसने अपना वचन बेचकर उसे जी उठाने में मदद किया। വിധവയുടെ മകനെ ആ ആ ചുമ്മിക്കൊണ്ടുപോയ ആ പേടത്തെ തൊട്ട ഉയർപ്പിച്ചു. और उस विधवा स्त्री के बेटे को उसे ले जाने वाले उस अर्थी के ऊपर उसने हाथ रखकर उसको जी उठाया था। ആ ബാലികയെ ഉയർപ്പിച്ചത് കരം പിടിച്ച് ഉയർപ്പിക്കുമായിരുന്നു. और उस बेटी को जो मरी हुई थी उसी को अपने हाथ पकड़कर यीशु ने उसको उठा लिया था। ഹല്ലേലൂയ. അതേപോലെ തന്നെ കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഡിഫറെന്റ് തലത്തിലാണ്. ऐसा ही हमें समझना है कि यीशु मसीह का या हमारा परमेश्वर का जो कार्य हमारे जीवन में जो होता है अलग अलग स्तर पर अलग अलग लोगों के जीवन में कार्य करता है। ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യം കൊണ്ട് അതിൽ കർത്താവിനെ ഒതുക്കാൻ പറ്റത്തില്ല. इसलिए हमेशा हमें समझना जरूरी है एक ही प्रकार से एक व्यक्ति के गवाही के अंदर हमें परमेश्वर को कई बार भी सीमित नहीं कर पाएंगे। അതുകൊണ്ടാണ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കുവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവ് നിങ്ങൾക്ക് തന്നെ കുറിച്ച് അറിയേണ്ടതിന്
और इसलिए यहाँ पर हमें परमेश्वर के दास पौलुस इस प्रकार से हमें बताता है कि हमारा प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है, तुम्हें अपनी पहचान में, ज्ञान में बताने के लिए इस प्रकार से वो बता रहा है। ഇതുവരെ പിതാക്കന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ മുഖാന്തരം അറിഞ്ഞ പിതാവാം ദൈവത്തെ അല്ല നാം അറിയാൻ ശ്രമിക്കേണ്ടത്. എന്റെ പിതാവാം ദൈവത്തെ യേശു ക്രിസ്തു മുഖാന്തരം നാം അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ നമ്മിൽ വ്യാപരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ നാം പ്രാപ്തരാകണം. अब तक हमने जो भविष्यवक्ताओं के द्वारा या आमीन अपने पूर्व पिताओं के द्वारा जो प्रभु यीशु ये परमेश्वर के बारे में हमको जो जानकारी मिली है, उस अनुसार नहीं हमें वो पिता को जानने की कोशिश करना है, परंतु हमारे अंदर वो पुत्रत्व का आत्मा को दिया हुआ वो परमेश्वर की आत्मा के द्वारा हमें वो पिता को व्यक्तिगत रीति से समझने के लिए, जानने के लिए हमारे जीवन में हमारी कोशिश रहना है। ഹല്ലേലൂയ. പിതാവാം ദൈവത്തെ, മഹത്വമേറിയ പിതാവാം ദൈവത്തെ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. और यही पिता जो महिमा का पिता है, उसी के बारे में तुम्हें अपनी पहचान में ज्ञान और प्रकाश की आत्मा देने के लिए इस प्रकार से वचन हमें कह रहा है। ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് തന്റെ ഏകജാതനായ പുത്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. और इसलिए यूहन्ना इस प्रकार से ये बात को कहता है कि अपने पिता के गोद में बैठकर उस एकलौते पुत्र ने उस पिता को हमारे बारे पिता के बारे में हमें बताया हुआ है। പുത്രനിലൂടെ വെളിപ്പെട്ട പിതാവാം ദൈവത്തെ നമ്മിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. और पुत्र के द्वारा प्रकट हुआ आमीन वो पिता परमेश्वर को हमारे भी जीवन में वो परमेश्वर का प्रकट होना वो चाहता है। ഹല്ലേലൂയ. അതുകൊണ്ടാ യോഹന്നാൻ 14 പറയുന്നു, യേശു പറഞ്ഞ കാര്യമായി, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. ഫിലിപ്പോസിനോട് പറയുക, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. इसलिए यीशु मसीह जो है यूहन्ना 14 अध्याय में फिलिपोस नाम व्यक्ति से इस प्रकार से प्रभु बताता है कि जिसने मुझे देखा है मेरे पिता को भी देखा है। വീണ്ടും പറയുക, യോഹന്നാൻ 14:7 പറയുക, എന്നെ അറിഞ്ഞവൻ പിതാവാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. फिर से वो कह रहा है यूहन्ना 14 उसके 7 आयत में कि जिसने मुझे जाना है वो मेरे पिता को जान लिया है। അതുകൊണ്ട് നാം അറിയേണ്ടത് യേശു ക്രിസ്തുവിൽ പിതാവാം ദൈവത്തെ തിരിച്ചറിയണം. इसलिए हमें ये बात को समझ लेना है कि हमें जो जानना है वो परमेश्वर के बारे में, वो यीशु मसीह के द्वारा वो पिता को हम अपने जीवन में समझ लेना है। സ്വർഗം ആഗ്രഹിക്കുന്ന പിതാവാം ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന പുത്രനിലൂടെ എന്നെ ഒന്ന് അറിയുവാനാ. और स्वर्ग हमसे यही चाहता है कि वो पिता परमेश्वर के द्वारा वो पुत्र के आमीन पुत्र के द्वारा हम वो पिता को हम अपने जीवन में जानना है। ഹല്ലേലൂയ. അതുകൊണ്ടാണ് വന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ച്, നമുക്ക് ഓരോരുത്തർക്കും പിതാവാം ദൈവത്തെ കുറിച്ച് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം, തന്നെ പറ്റിയുള്ള പരിജ്ഞാനവും തന്നെ പറ്റിയുള്ള ജ്ഞാനവും തന്നെ പറ്റിയുള്ള വെളിപാടും നമ്മിൽ വെളിപ്പെടണം. എങ്ങനെ? ആത്മാവിലൂടെ. और इसलिए यहाँ पर इस प्रकार से 17वें वचन में लिखा हुआ है कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है, वो पिता की पहचान, उसकी ज्ञान और उसका प्रकाश उसकी आत्मा के द्वारा वो हमें बताना चाहता है। ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഇത്ര സാവകാശം ഇത് പറയാൻ കാര്യം, ഇതൊരു മർമ്മപ്രധാനമായ കാര്യമാണ്. और ये जो है बहुत ये एक महत्वपूर्ण विषय है
और मैं इसलिए इतने धीरे और इतने आराम से ये बातों को कह रहा हूं क्योंकि इसके अंदर का छिपी हुई रहस्यमय बातों को हमें समझना बहुत जरूरी है। എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറയാൻ കാര്യം? വചനം പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം പറയുക, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും നമ്മെ വെളിപ്പെടുക. मैं इतने आराम से और इतने गंभीर रूप से ये बातों को बताने का कारण यह है क्योंकि रोमियो की पत्री में वचन इस प्रकार से बताया जाता है कि विश्वास सुनने के द्वारा और सुनना परमेश्वर का वचन से ही हमारे जीवन में संभव और कार्य करता है। ക്രിസ്തുവിന്റെ വചനത്തിലൂടെ പിതാവാം ദൈവത്തെ എന്നിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന പദ്ധതി നമ്മളിൽ പൂർണ്ണമാകില്ല. और परमेश्वर की महिमा और यीशु मसीह के द्वारा हमें उस पिता परमेश्वर को यदि हमारे जीवन में वचन में से प्रकट नहीं किया गया तो वो पिता चाहने वाली आशीषों को हम अपने जीवन में प्राप्त नहीं कर पाएंगे। ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപാടിന്റെ ആത്മാവിലൂടെയാണ്. അതായത് യേശു ക്രിസ്തുവിൽ ഏത് ആത്മാവാണോ വ്യാപരിച്ച് അതേ പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മിൽ വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്നത്. और यहाँ पर कह रहा है कि पहचान और ज्ञान और प्रकाश के द्वारा जो आत्मा से हमें मिला हुआ है उसी से ही, या फिर हम ऐसे कह सकते हैं जो जो कार्य यीशु मसीह के अंदर हुआ था, यीशु मसीह कैसे अपने पिता को पहचान पाए थे, उसी आत्मा के द्वारा ही हम वो पिता को अपने जीवन में पहचान कर पाएंगे। അതുകൊണ്ട് നാം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവിൽ വേണം പിതാവാം ദൈവത്തെ തിരിച്ചറിയുവാനും പ്രാപിപ്പാനും നമ്മിൽ വെളിപ്പെടുത്തുവാനും. और इसलिए हमें याद रखना है कि वह यीशु मसीह के अंदर जो आत्मा जो कार्य किया था वही आत्मा के द्वारा ही हम पिता परमेश्वर को और उसके कार्यों को हम अपने जीवन में समझना है। ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. തുടർന്ന് വീണ്ടും പറയുവാണ്, ആത്മാവിനെ, വെളിപാടിന്റെ ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. इसके आगे इस प्रकार से लिखा है कि प्रकाश की आत्मा हमें देने के लिए और तुम्हारे मन की आंखें ज्योतिर्मय हो इसीलिए। ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മുടെ ഹൃദയദൃഷ്ടി പുത്രത്വത്തിന്റെ ആത്മാവിൽ, നാം പ്രാപിച്ച പുത്രത്വത്തിന്റെ ആത്മാവിൽ വേണം നമ്മിൽ വെളിപ്പെടാൻ. हमारी आंखें ज्योतिर्मय तब होना है जब हमने उस पुत्र के द्वारा जो आत्मा को हमने जो प्राप्त किया है उसी को जब हमारे जीवन में हमें जो कार्य में ले आने से ही ये कार्य हमारे जीवन में प्रकट हो सकती हैं। അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാവും. इसलिए रोमियो की पत्री 8 अध्याय उसके 14 वचन में इस प्रकार से लिखा है, इसीलिए कि जितने लोग परमेश्वर की आत्मा के चलाए चलते हैं वे ही परमेश्वर के पुत्र हैं। ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം വ്യക്തമായിട്ട് വീണ്ടും പറയുക, നിങ്ങൾ പിന്നെയും ഭയപ്പെടാതിരിക്കേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. इसलिए उसके 15वें आयत में फिर से लिखा है, क्योंकि तुमको दासत्व की आत्मा नहीं मिली कि फिर भयभीत हो, परंतु ले पालकपन की आत्मा मिली है जिसके ഹല്ലേലൂയ, अब्बा हे पिता कहकर पुकारते हैं। ഹല്ലേലൂയ. നാം പ്രാപിച്ചത് പുത്രത്വത്തിന്റെ ആത്മാവിൽ പിതാവിനെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപാടും നമ്മിൽ വെളിപ്പെടണം പുത്രത്വത്തിന്റെ ആത്മാവിൽ. और हमने जो प्राप्त किया हुआ लेपालकपन की आत्मा के द्वारा हमारे जीवन में वो पिता का प्रकाश और उसकी आमीन ज्ञान और उसका पहचान हमारे अंदर प्रकट होना है। ആ പുത്രത്വത്തിന്റെ ആത്മാവിൽ നമ്മിലെ പുത്രത്വം വെളിപ്പെട്ടാൽ
അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. और उस लेपालकपन की आत्मा से या पुत्र के द्वारा मिली हुई आत्मा से वो परमेश्वर का आमीन अनुभव यदि हमारे अंदर प्रकट होती हैं तो वो बड़े धन्य अवस्थाएं के अनुभव में हम देख पाते हैं। അതുകൊണ്ട് റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിന്റെ അടുത്ത വാക്യം 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയാ, നാം ദൈവമക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. इसलिए 8 के 16वें आयत में इस प्रकार से लिखता है कि आत्मा आप ही हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान हैं। ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവ്, വെളിപാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. യു ആർ എ സൺ ഓഫ് ലിവിങ് ഗോഡ്. वो पुत्र लेपालकपन की आत्मा जो पुत्र के द्वारा हमें मिली हुई है, या फिर हम जो कह सकते हैं कि वो ज्ञान और पहचान और प्रकाश की आत्मा, वो हमसे बातें करता रहता है कि हम जो है परमेश्वर का पुत्र हैं। ഹല്ലേലൂയ. ഈ പുത്രത്വത്തിന്റെ ആത്മാവിൽ വേണം നമ്മുടെ മുമ്പിലുള്ള സകല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ. और इस लेपालकपन या पुत्र के द्वारा मिली हुई आत्मा के द्वारा ही हम अपने जीवन में हर एक कार्यों को हमारे जीवन में कार्य में ले आना है। നമ്മുടെ മുമ്പിലുള്ള എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ പുത്രത്വത്തിന്റെ ആത്മാവിൽ, ആ ജ്ഞാനത്തിൽ, ആ പരിജ്ഞാനത്തിൽ, ആ വെളിപാടിൽ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യണം. उस लेपालकपन की आत्मा के द्वारा हमारे जीवन में आने वाली हर एक विषय या समस्याओं को हमें नियंत्रण में लाना है, और साथ साथ जो भी कार्य हम करते हैं इसी आत्मा की अगुवाई में हमें आगे बढ़ाना है। അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. और यही बात जो है स्वर्ग हमारे जीवन से इच्छा रखता है। അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, താൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും. സ്വർഗം പിതാവാം ദൈവം ആഗ്രഹിക്കുന്ന പുത്രനാം യേശു ക്രിസ്തുവിലൂടെ തന്നെ ഒന്ന് സകല ദൈവമക്കളും അല്ലെങ്കിൽ സകല ജനവും എന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കണം. और यहाँ पर इसलिए वचन इस प्रकार से बताते हैं कि परमेश्वर को हमारे जीवन में पहचान करने के लिए, समझ रखने के लिए वो प्रभु हमसे ये चाहत रखता है, और उसी लिए उस पिता को पहचान कराने के लिए वो लेपालकपन या पुत्र के द्वारा मिली हुई आत्मा से हमारे जीवन में वो प्रकट कराना चाहता है। പ്രിയ ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിന്റെ പിൻപിലും ഒരു ആത്മതലമുണ്ട്. और प्रिय लोगों, हमें ये बात को जान रखना है कि हम अपने जीवन में अनुभव करने वाले हर एक विषय या समस्याओं के बीच में एक आत्मिक स्तर में प्रभु का कार्य हो रहा है। ആത്മീയ തലത്തിൽ നിന്നാണ് ഭൗതിക തലം വെളിപ്പെട്ടു വരുന്നത്. और याद रखें कि आत्मिक जो हमारा स्तर है उसी से हमारे जीवन में भौतिक स्तरों का भी प्रकट होती है। നാം പുത്രത്വത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഈ ആത്മമേഖലയെ കൈകാര്യം ചെയ്താൽ ഭൗതിക തലത്തിൽ മഹത്വം വെളിപ്പെടും. और लेपालकपन की आत्मा से यदि हम अपनी आत्मिक क्षेत्रों को यदि हम नियंत्रण में ले आने की कोशिश करते हैं तो उसी आत्मा के द्वारा हमारे जीवन में जो भौतिक कार्यों के प्रति जो है, जो बातें हैं, उसी का नियंत्रण को हम कर सकते हैं। ഹല്ലേലൂയ. അവിടാണ് യേശു പറഞ്ഞ, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും. इसलिए यीशु मसीह ने एक बार इस प्रकार से कहा कि तुम जो पृथ्वी पर बांधोगे वो स्वर्ग में बंधा जाएगा। സ്വർഗത്തിൽ ഒരു കാര്യം കെട്ടപ്പെട്ടാൽ അത് ഭൗതിക മണ്ഡലത്തിൽ, അത് ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നതാണ്. അതിന്റെ റിയാക്ഷൻ ഭൗതിക മണ്ഡലത്തിൽ വെളിപ്പെടും.
मान लीजिए कि स्वर्ग में यदि किसी प्रति विषय के प्रति वहां पर एक बंधन हो जाते हैं तो वो हमारे जीवन में उसका असर दिखाई देता है। वो जो है हमारे भौतिक आशीषों के अंदर एक बड़ा उसका प्रभाव पड़ता है। ഹല്ലേലൂയ. അതിന് നാം ആദ്യം തിരിച്ചറിയുന്നത് നാം ദൈവ മക്കളാണ്. ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ അല്ലെ വി ആർ ദ സ്പിരിച്വൽ ബീയിങ് എന്ന് തിരിച്ചറിയണം. इसलिए उसमें सबसे पहला हमें ये बात को समझना जरूरी है कि हम जो हैं आमीन वो परमेश्वर के संतान हैं। हम प्रभु हम एक मनुष्य या आमीन एक शारीरिक रूप होने से भी बढ़कर हम एक आत्मिक संतान हैं। ഹല്ലേലൂയ. സ്പിരിച്വൽ മണ്ഡലത്തെ കൈകാര്യം ചെയ്യാൻ ഒരു സ്പിരിച്വൽ വ്യക്തിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് യു ആർ എ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. और हमारे जीवन के आत्मिक क्षेत्रों को कार्य में ले आने के लिए प्रभु ने हमें हमें आत्मिक कार्यों को हमें समझाया हुआ है। इसलिए प्रभु का वचन कहता है हम आमीन जो है आत्मिक और जो है प्राण और आत्मा और शरीर है, इस प्रकार से विवरण हमें वचन में बताते हैं। ഹല്ലേലൂയ. സ്പിരിച്വൽ മേഖലയെ കൈകാര്യം ചെയ്യാൻ പുത്രന്മാർക്ക് മാത്രമേ കഴിയൂ. और हमारे जीवन के आत्मिक क्षेत्रों का आमीन कार्य में ले आने के लिए या उसी को नियंत्रण करने के लिए जो परमेश्वर के पुत्र होते हैं उसी से ही ये संभव हो सकता है। ആ പുത്രത്വത്തിന്റെ ആത്മാവിൽ നമ്മൾ ആത്മമണ്ഡലത്തെ കൈകാര്യം ചെയ്യാൻ, നമ്മൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് ചെന്ന് ക്രിയ ചെയ്യാനും, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനെയും അതിന്റെ പ്രവൃത്തി മണ്ഡലത്തിലാക്കുവാൻ സ്വർഗീയ ദൂതഗണങ്ങളുടെ സഹായവും നമുക്ക് തുണയായിട്ടുണ്ട്. और उस अमिल्य पालकपन की आत्मा के द्वारा हमारे जीवन के हर एक कार्यों को नियंत्रण करने के लिए और हर एक कार्यों को संभव कराने के लिए उसी आत्मा के द्वारा हम अपने जीवन में कामों को करा सकते हैं। ഹല്ലേലൂയ. അങ്ങനെയാണ് അതുകൊണ്ടാണ് വചനം ഇവിടെ പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ആ ആത്മാവിനെ വെളിപാടിന്റെ പരിജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് और इसलिए पौलुस इस प्रकार से कहता है कि वो परमेश्वर को पहचान और ज्ञान और प्रकाश की आत्मा के द्वारा और तुम्हारे मन की आंखों को ज्योतिर्मय हो जाए, इसीलिए प्रभु का कार्य हमारे जीवन में वो करते आ रहे हैं। അവന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയാൻ ദൈവം, പിതാവാം ദൈവം നമ്മെ ക്രിസ്തുവേശു മുഖാന്തരം എന്തുദ്ദേശത്തോടെയാണോ ഈ കാലഘട്ടത്തിൽ വിളിച്ച് ആക്കിയിരിക്കുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവിൽ യേശു ക്രിസ്തുവിലൂടെ വേണം അതിനെ തിരിച്ചറിയാൻ എന്ന് സ്വർഗം ആഗ്രഹിക്കും. और स्वर्ग हमसे ये चाहता है कि वो पिता ने किस उद्देश्य से हमें बुलाया है, क्योंकि उसके 18वें आयत में लिखता है कि तुम जान लो कि उसकी बुलाहट की आशा क्या है। तो हमें ये बात को समझना है कि वो पिता ने किस उद्देश्य से हमें बुलाया है। वो बुलाहट को यदि हम अपने जीवन में सही रीति से पहचानना है तो वो पुत्र के द्वारा प्राप्त की गई आत्मा से या पुत्र के द्वारा ही हम उस बुलाहट को अपने जीवन में समझ पाएंगे। ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. हम जिस युग में आज हम अपने आप को देख रहे हैं वे सबसे श्रेष्ठ एक समय जो है प्रभु ने हमें दिया हुआ है। പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ദേവദാസന്മാർ ഈ കാലഘട്ടത്തെ പറ്റി മുൻകൂട്ടി അവർക്ക് കിട്ടിയ ക്രിസ്തുവിന്റെ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞത് ഹല്ലേലൂയ ശ്രേഷ്ഠകരമായ കാലമാണ്. അതിനുവേണ്ടി ഈ ശ്രേഷ്ഠകരമായ കാലത്ത് നമ്മിലൂടെ സ്വർഗീയ പദ്ധതികളെ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മെ അഭിഷേകം ചെയ്ത് തന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മെ നിർത്തിയിരിക്കുക.
और पुराने नियम में हम समयों में वचनों में देखते हैं कि पुराने समय में परमेश्वर के दास या भविष्यवक्ताएं इस आमीन युग के बारे में इस प्रकार से बताते हैं कि ये बड़ा एक विशेष अनुभव, एक श्रेष्ठ अनुभव को परमेश्वर ने हमारे लिए रखा हुआ है। तो विशेष हम लोग जो ऐसे एक युग में हैं जो श्रेष्ठ अनुभवों से भरा हुआ है, परमेश्वर के कार्यों को हमारे जीवन में कराने के लिए प्रभु ने अपनी आत्मा से भी हमें भर रखा है। ഹല്ലേലൂയ. ആ തിരിച്ചറിവിൽ വേണം നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. और ऐसे पहचान अपने जीवन में प्राप्त करते हुए आगे के कार्यों को हमें अपने जीवन में पूरा कराना है। അവൻ വിളിച്ചിരിക്കുന്ന ആ വിളി എന്താണെന്ന് തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിന്റെ അഭിഷക്തനായി നമ്മെ അഭിഷേകം ചെയ്ത് തന്റെ സ്വർഗീയ പദ്ധതികളെ നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുക. और स्वर्ग हमसे ये चाहत रखता है कि वो हमारे जीवन में बुलाहट दिया है, तो बुलाहट को हम अपने उस पुत्र के द्वारा मिली हुई आत्मा से पहचान ले और इस श्रेष्ठ आमीन अनुभवों को देखकर, श्रेष्ठ सेवकाइयों को देखकर कैसे परमेश्वर इस युग में हमारे जीवन से कार्य करना चाहता है वो हम अपने जीवन में समझ जाए। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, ഞാൻ എടുത്തു പറയട്ടെ, ഒരാൾ പോലും ഇതിനകത്ത് ചെറുതായിട്ടില്ല. और आज मुझे सुनने वाले प्रिय लोगों में आपके जीवन में ये बातों को बताना चाहता हूं कि आज हमें सुनने वाले आप में से एक भी व्यक्ति यहाँ पर कम नहीं गिना जा रहा है। ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അന്ത്യകാലത്തു സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് തിരുവചന പ്രകാരം ശ്രേഷ്ഠമായ തന്റെ ആത്മാവിലൂടെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങളെ ചെയ്തെടുക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവ മക്കളാ നാം ഓരോരുത്തരും. और उस पिता के द्वारा आने वाले युग में, अंत के समयों में महान कार्यों को प्रकट कराने के लिए परमेश्वर ने उस पिता के पुत्र के द्वारा चुने हुए एक एक विशेष पात्र हैं, हम में से एक एक लोग जो प्रभु में हैं। ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാട് പുത്രത്വത്തിലൂടെ ഒന്ന് വിശാലമാകട്ടെ. हमारी जो अमीन दृष्टिकोण है वो पुत्र के आत्मा से हमें थोड़ा विशाल होने दे। ദൈവിക പദ്ധതി പ്രകാരം അത് വിശാലമായ പദ്ധതികൾ വെളിപ്പെട്ടു വരട്ടെ. और परमेश्वर की उद्देश्य के द्वारा वो हमारे जीवन में पूर्ण रीति से प्रकट होने दे। എന്റെ കർത്താവ് അതുകൊണ്ടാ പറഞ്ഞേ, ഹല്ലേലൂയ, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. इसलिए परमेश्वर ने इस प्रकार से हमें बातों को बताया है कि जो मुझ पे विश्वास करता है तो मेरे जैसे कार्यों को वो अपने जीवन में कर दिखाएंगे। ഹല്ലേലൂയ. അവിടെ കൊണ്ട് താൻ നിർത്തിയില്ല. വീണ്ടും പറയുക, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോകുന്നത് കൊണ്ട് അതിലും വലുത് അവൻ ചെയ്യും. और वहां पर वो परमेश्वर उस बात को रोकता नहीं है। तो यीशु मसीह कहता है क्योंकि मैं पिता के पास जा रहा हूं, वो मुझसे भी अधिक बड़े बड़े कार्यों को कर दिखाएंगे। അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവ് ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഈ കാലഘട്ട അഭിഷേകം ചെയ്ത് നമ്മുടെ കർത്താവിൽ വ്യാപരിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ച ദൈവ പൈതല നാം ഓരോരുത്തരും വിശ്വസിക്കുന്നവർ ചേർന്നാർത്ത് സ്തോത്രം ചെയ്യാം. और इसलिए लोगों की बात को हमें समझना जरूरी है कि वो पिता ने अपने पुत्र के द्वारा जो आत्मा हम में दिया गया है, हमें इस आने वाले अंतिम समयों में परमेश्वर के लिए महान कार्यों को करने के लिए नियुक्त किए हुए, चुने हुए हम में से एक एक लोग हैं। और इन बातों को याद करते हुए हमें प्रभु का ऊंची आवाज में धन्यवाद को करें। ഹല്ലേലൂയ. അതിന് പ്രായ വ്യത്യാസം ഒരു ലിമിറ്റേഷൻ അല്ല. ഏത് പ്രായത്തിലായിരിക്കുന്നോട്ടെ അവരെ ഉപയോഗിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിൽ പ്രവേശിച്ചാൽ, പുത്രത്വത്തിന്റെ ആത്മാവിൽ നീ സ്വർഗത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പുത്രത്വത്തിന്റെ ആത്മാവിൽ നീ ആത്മമേഖലയെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നീ വലിയ കാര്യങ്ങളെ, കർത്താവ് ചെയ്തതിലും ഉന്നതമായ കാര്യങ്ങളെ നിന്നിലൂടെ, നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു.
परमेश्वर के कार्यों को करने के लिए परमेश्वर के सामने कोई समय सीमा नहीं है, कोई उम्र का आमीन कोई भी बात नहीं है। यदि आप प्रभु में अपने जीवन को समर्पित करते हैं और उस लेपालकपन की आत्मा के द्वारा यदि हम अपने जीवन में स्वर्गीय कार्यों को नियंत्रण करने के लिए हम तैयार होते हैं, तो आने वाले समयों में परमेश्वर हमारे जीवन में अपने आत्मा के द्वारा बड़े बड़े कार्यों को करने के लिए प्रभु तैयार होंगे। ഹാലലൂയ. ഒന്ന് വിശ്വാസത്താൽ ഒന്ന് വിളിച്ചു പറഞ്ഞ എന്റെ കർത്താവ് ചെയ്തതിലും അധികം ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ തന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട നിൽക്കുന്ന അഭിഷക്തനാണ് ഞാൻ. और इसलिए हम आत्मा में अपने जीवन में घोषणा करें कि उसके पुत्र की आत्मा के द्वारा नियुक्त किया गया और अभिषेक दिया गया वो अंतिम समयों में अद्भुत कार्यों को करने के लिए अभिषिक्त व्यक्ति हूं मैं, इसका घोषणा हमें करना है। ഹാലലൂയ. അങ്ങനെ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാർക്ക് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. और इस प्रकार से इस 16वें आयत के आखिरी भाग में लिखता है कि उसकी जान लो कि उसकी बुलाहट की आशा क्या है और पवित्र लोगों में उसकी मिरास की महिमा का धन कैसा है। അവൻ വിളിച്ചിരിക്കുന്ന വിളി കൊണ്ട് മാത്രമല്ല, അവന്റെ യേശുവിന്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്ന ദൈവ മക്കൾക്ക് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്താണെന്നും നമ്മിലൂടെ അറിവാൻ, നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. और केवल इतना ही नहीं कि उसकी बुलाहट की आशा क्या है, आमीन उसका आमीन आने वाले समयों में आमीन उसकी महिमा का धन का मिरास क्या है, ये भी जानने के लिए परमेश्वर ने हमें बुलाया हुआ है। അവന്റെ അവകാശത്തിന് ക്രിസ്തു, അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നത് നാം ദൈവത്തിന്റെ അവകാശി ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശിയുമാണെന്ന്. आमीन। इसलिए रोमियो की पत्री में हमें बात को समझाया जाता है कि हम परमेश्वर की आमीन मिरास पाए हुए हैं और मसीह यीशु के साथ जो है हमें उसका आमीन संगी मिरास को हमें परमेश्वर ने दिया हुआ है। ഹല്ലേലൂയ. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നാം പുത്രത്വത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധ്യമാകൂ. वो परमेश्वर के उस आमीन सामर्थ्य के द्वारा उसके पुत्र आमीन ले पालकपन की आत्मा से ही हमने अपने जीवन में जो है हमारे अंदर की सामर्थ्य क्या है और उसकी आशा और उसका मिरास का धन क्या है, ये हम अपने जीवन में आमीन समझ पाएंगे। ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മൾ ഈ പുത്രത്വത്തിന്റെ ആത്മാവിൽ വസിക്കണം എങ്കിൽ നാം കേൾക്കുന്നത് പുത്രനിൽ നിന്നായിരിക്കണം, പുത്രത്വത്തിന്റെ ആത്മാവിൽ നിന്നായിരിക്കണം. आमीन। यदि हम इस लेपालकपन की उस आत्मा के अंदर यदि हमें वास करना है तो ध्यान रखना है कि हम जो प्राप्त कर रहे हैं वो पुत्र की आत्मा से प्राप्त करने वाली बातें होना है। ഹല്ലേലൂയ. അതുകൊണ്ട് ആ പുത്രത്വത്തിന്റെ ആത്മാവിലൂടെ വിശ്വസിക്കുക. എന്താണോ നാം കേൾക്കുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവിലൂടെ നാം കേട്ടാൽ മാത്രമേ, ക്രിസ്തുവിന്റെ വചനത്തിലൂടെ കേട്ടാൽ മാത്രമേ നമ്മിലുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് ഉണരത്തുള്ളൂ. ദൈവഹിതപ്രകാരം ദൈവിക പദ്ധതി നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവിൽ പുത്രത്വത്തിന്റെ വചനത്തെ നാം കേൾക്കണം. और इसलिए हमेशा समझ लेना है कि यदि हमें अपने परमेश्वर की आमीन बुलाहट क्या है और उसकी इच्छा क्या है और उसका आत्मा का सामर्थ्य किस प्रकार का है, ये इत्यादि बातें यदि हम अपने जीवन में हमें समझना है, उस लेपालकपन की आत्मा के द्वारा ही इन सारे बातों को हम अपने जीवन में पहचान कर पाएंगे और उसी का सामर्थ्य और उसका अनुभव को हम कर पाएंगे। അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. इसलिए प्रभु का वचन हमें बताता है कि हमें दासों तक की आत्मा के लिए नहीं परंतु ये हप्पा ये पिता कर कर बुलाने का पुकारने का आत्मा को प्रभु ने हमें दिया हुआ है।
ആ പുത്രത്വത്തിന്റെ ആത്മാവിൽ ദൈവഹിതപ്രകാരം ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാനാ നമ്മെ അഭിഷേകം ചെയ്ത് തന്റെ പുത്രന്റെ ആത്മാവിൽ നമ്മെ ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. और उस लेपालकपन की आत्मा या पुत्र के द्वारा दी गई आत्मा के द्वारा अभिषिक्त बनाते हुए हमें आने वाले समयों में परमेश्वर के कार्यों को प्रकट कराने के लिए प्रभु ने हमें बुलाया हुआ है। അതുകൊണ്ടാണ് യേശു പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. और इसलिए താങ്ക് യു. का सुसमाचार उसके 17वें अध्याय उसके 18वें वचन में यीशु मसीह इस प्रकार से हमें बताता है, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കും. और इसलिए कहता है कि जैसे तूने मुझे जगत में भेजा वैसे ही मैं भी उन्हें जगत में भेजा। പിതാവാം ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത്, പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുവാൻ പുത്രനാം യേശു ക്രിസ്തുവിലൂടെ സ്വർഗം പദ്ധതിയിട്ടെങ്കിൽ, പുത്രനാം യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ വ്യാപരിക്കുന്ന, പുത്രനിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവിലൂടെ നമ്മിലൂടെ പിതാവാം ദൈവത്തെ, പുത്രനെ വെളിപ്പെടുത്തുവാനാ ഈ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. जिस प्रकार से उस पिता ने अपने पुत्र के अंदर परमेश्वर का उद्देश्य को रखकर किस प्रकार से अपने पुत्र को भेजा, उसी प्रकार से पुत्र चाहता है कि पुत्र की आत्मा को हमारे अंदर देकर उसके उद्देश्य को हमारे जीवन में प्रकट करने के लिए वो हमें भी भेज रहा है। അതുകൊണ്ട് യേശു പറയുക, എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. इसलिए यीशु मसीह कह रहा है कि जैसे तूने मुझे इस जगत में भेजा है वैसे मैं भी उन्हें भेजता हूँ। ഹല്ലേലൂയ. ഇന്നാ തിരിച്ചറിയട്ടെ, ഞാൻ ക്രിസ്തു യേശുവിനാൽ അയക്കപ്പെട്ട വ്യക്തിയാ. और आज के दिन हम ये बात को हमारे जीवन में सही रीति से पहचान पाए कि मैं जो हूँ यीशु मसीह के द्वारा भेजा गया एक प्रभु का एक दास हूँ। ഹല്ലേലൂയ. അങ്ങനെ അയക്കപ്പെട്ട എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്, ദൈവത്തിന്റെ അളവറ്റ മഹത്വമുണ്ട്. ഹല്ലേലൂയ. അവന്റെ ബലത്താ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താ വിശ്വസിക്കുന്ന എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്നിൽ തിരിച്ചറിയാൻ പുത്രത്വത്തിന്റെ ആത്മാവിലൂടെ എനിക്ക് കഴിയണം. और इसलिए हम ये बात को अपने जीवन में समझ पाए कि मुझे भेजने वाला परमेश्वर ने मुझे आमीन अपने जीवन में अपने प्रकाश और पहचान और ज्ञान की आत्मा को देकर मुझे भेजा है, और आमीन उसके उस पुत्र की महिमा के आमीन उस सामर्थ्य के द्वारा जो उस पर विश्वास करते हैं उस प्रभाव के कार्य के अनुसार मुझे अपने कार्यों को अपने जीवन में प्रकट करना है। ഓ യേശു മിശിഹായുടെ നാമത്തിൽ ഈ കാലഘട്ടം ഒന്ന് വിളിച്ചു പറഞ്ഞ്, ഈ കാലഘട്ടത്തിന്റെ അഭിഷക്തൻ ഞാനാ. और यीशु मसीह के नाम से इस युग में हम अपने जीवन में ये बात की घोषणा करने पाए कि इस युग में परमेश्वर ने एक अभिषिक्त के समान मुझे भेजा गया है। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാ. और जो लोग विश्वास करते हैं उनके लिए काम करने वाला, प्रभाव का कार्य करने वाला परमेश्वर के सामर्थ्य जो है। വിശ്വസിക്കുന്നവർ ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ ആ വചനം ക്രിയ ചെയ്യും. और विश्वास करने वाले जब विश्वास करते हैं और मुंह से अपने जीवन में ग्रहण करते हैं उसके जीवन के अंदर परमेश्वर का वह काम पूरा होता है। എന്നെ പറ്റി എന്റെ കർത്താവ് ലിമിറ്റ് ചെയ്തിട്ടില്ല. मेरे लिए मेरा परमेश्वर ने कोई भी प्रकार की सीमा को ठहराया नहीं है। ദൈവിക പദ്ധതി, ശ്രേഷ്ഠമായ ദൈവിക പദ്ധതി ഈ കാലഘട്ടത്തിൽ എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. और श्रेष्ठ रीति से परमेश्वर के कार्यों को मेरे द्वारा प्रकट कराने के लिए प्रभु इच्छा रखता है। ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഒരു ചെറിയ പദ്ധതിയുടെ ഭാഗമല്ല. और मैं जो हूँ एक छोटी सी योजना का भाग नहीं हूँ, സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കാലഘട്ടത്തിൽ എന്നെ അഭിഷേകം ചെയ്ത് നിർത്തിയേക്കുന്നു. और स्वर्गीय कार्यों का एक भाग होकर परमेश्वर ने मुझे अभिषेक दिया है। ഹല്ലേലൂയ. കർത്താവ്
പിതാവാം ദൈവം കർത്താവിനെ എങ്ങനെ അയച്ചുവോ അതേപോലെ അയക്കപ്പെട്ട ദൈവമക്കളാ ഞാൻ. और पिता ने जैसे उस पुत्र को भेजा है, वैसे उस पुत्र ने हमें भी हमें विशेष कार्यों को देकर भेजा गए एक एक व्यक्ति हैं हम. ഹാലലൂയ. ഇനിയും ഈ ഭാഗം വായിക്കുമ്പോൾ ഹാലലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമേറിയ പിതാവാം ദൈവവും നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപാടിന്റെ ആത്മാവ് എന്നെ വെളിപ്പെടുവാൻ, അതിലൂടെ സ്വർഗീയ പദ്ധതികൾ, എന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മഹത്വമേറിയ പദ്ധതികളെ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പൂർണ്ണമായി ആത്മാവിൽ ഞാൻ ഉറക്കുക. और इसलिए जैसे हमने 17वें वचन में देखा, हमारे पिता आमीन, हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है, अपने पहचान और ज्ञान और प्रकाश की आत्मा को देखकर हमारी आंखों को ज्योतिर्मय बनाकर जो जो कार्यों को उसने हमें प्रकट किया है, वो चाहता है कि हम भी अपने जीवन में वो परमेश्वर के कार्यों को प्रकट करें. किस कार्य के लिए प्रभु ने मुझे अभिषेक दिया है, उस अभिषेक को हम समझकर अपने जीवन में हम आगे चलने के लिए हम तैयार हो जाएं. ഈ പദ്ധതിയെ ഉറപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ എനിക്ക് തുണയായിട്ട് തന്നിരിക്കുക. और इस योजना को मेरे जीवन में और स्थिर कराने के लिए मेरे अंदर वो पवित्र आत्मा को प्रभु ने दे रखा है. ആ സ്വർഗീയ പദ്ധതിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഓരോ നിമിഷം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ പൈതല, ദൈവിക പദ്ധതി പ്രകാരം ഈ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്ത് തന്റെ ആത്മാവിനെ നിർത്തിയിരിക്കുക എന്ന് നമ്മോട് പരിശുദ്ധാത്മാവ് ഓരോ സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കണം. और पवित्र आत्मा हमसे निरंतर रीति से ये बातें करते रहते हैं कि परमेश्वर के कार्यों को, प्रभु की योजनाओं को हमारे जीवन में पूरा करने के लिए परमेश्वर ने हमें नियुक्त किया हुआ है, ठहराया हुआ है, अभिषेक देकर हमें रखा हुआ है. तो एक एक बार इन दिनों में हमें अपने जीवन में बातों को समझना जरूरी है कि इस युग में प्रभु के कार्यों को करने के लिए प्रभु ने मुझे खड़ा किया है, प्रभु ने मुझे अभिषेक से भरा हुआ है. और इसलिए प्रभु की आत्मा कहने वाली बातों को हमें सुनने के लिए तैयार होना है. ഹല്ലേലൂയ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന് കേട്ട് സ്വർഗീയ നിയോഗങ്ങളെ, സ്വർഗീയ പദ്ധതിയെ, പുത്രനിലൂടെ വെളിപ്പെടുത്ത ശ്രേഷ്ഠമായ പദ്ധതികളെ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്വർഗീയ പദ്ധതി പ്രകാരം കർത്താവിന്റെ ആത്മാവിൽ നമ്മിൽ വെളിപ്പെടുത്തുമാറാകട്ടെ. സമൃദ്ധമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you. और इसलिए प्रभु हमें इन दिनों में परमेश्वर के कार्यों को, स्वर्गीय इन योजनाओं को हमारे जीवन में प्रकट कराने के लिए, इस युग में प्रभु के कार्यों को पवित्र आत्मा के द्वारा हमारे जीवन में करने के लिए प्रभु हमारे अंदर कार्य करने पाए. प्रभु इन वचनों के द्वारा हम सबको अनुग्रह और आशीष दे.